ഡ്രൈവിങ്ങിന് ആദ്യം ചെയ്യേണ്ടത് ലൈസൻസ് വളരെ സ്ട്രിക്റ്റ് ആക്കണം. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ലൈസൻസ് സ്ട്രിക്റ്റ് ആക്കിയാൽ നാറുവലി പോയി എടുത്തുകൊണ്ട് വരില്ലേ? എടുത്തുകൊണ്ട് വന്നിട്ട് എന്നിട്ട് ഇടിച്ചു കൊല്ലേ, ഇടിച്ച് മരിക്കുക. പക്ഷേ കേരളത്തിൽ വരാൻ പോകുന്ന ഒരു ഡ്രൈവിംഗ് പരിഷ്കാരം, അത് എതിർപ്പൊക്കെ ഉണ്ടാവും. അതെന്തിനും എതിർക്കുമല്ലോ, നമ്മൾ കാര്യം അറിയുന്നതിന് മുമ്പേ എതിർപ്പ് തുടങ്ങും. ആ ലൈസൻസ് പരിഷ്കാരം, ആ ലൈസൻസ് രീതിയിൽ ലൈസൻസ് എടുക്കുന്ന ഒരാളിന് ഈ ലോകത്ത് ഏത് രാജ്യത്ത് പോയും ഒന്നാമത്തെ ടെസ്റ്റിൽ പാസ്സായി ആ രാജ്യത്തെ ലൈസൻസ് എടുക്കാൻ കഴിയുന്ന അന്തസ്സുള്ള ലൈസൻസ് ആയിരിക്കും കേരളത്തിൽ നിന്ന് വരാൻ പോകുന്നത്. അത് ഒരു സംശയവും നമുക്ക് വേണ്ട. അത് നിയമവിരുദ്ധമൊന്നുമല്ല. ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരിക്കുന്ന മോട്ടോർ വെഹിക്കിൾ നിയമത്തിലെ വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കും ഈ ലൈസൻസിങ് സമയം. അല്ല, ഗണേഷ് കുമാറിൻ്റെ സ്വന്തം ഇഷ്ടത്തിനൊന്നും നടപ്പിലാക്കാൻ ഒക്കില്ല. അത് നിയമത്തിൽ നിന്നുകൊണ്ട്, നിയമത്തിൻ്റെ ഉള്ളിൽ അവരെന്ത് പറയുന്നു ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് വരും. എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളിലും സിമുലേറ്റർ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. അതിൽ ഓടിച്ച് പഠിച്ച് കാണിച്ചു കൊടുത്തിട്ട് റോഡിൽ ഇറങ്ങിയാൽ മതി. റോഡിൽ ഇറങ്ങി ആളെ കൊല്ലുന്നതല്ല ശരി. പിന്നെ റോഡിൽ പാർക്ക് ചെയ്യാൻ എവിടെ കിട്ടിയാലും അങ്ങ് പാർക്ക് ചെയ്യുക, എങ്ങനെ കിട്ടിയാലും എനിക്ക് ഇട്ടിട്ട് ഓടുക എന്നുള്ളതാണ്. അങ്ങനെയൊന്നും പാടില്ല. കൃത്യമായി പാർക്ക് ചെയ്യാൻ ഈ ടെസ്റ്റിൽ ഉണ്ടാവും. മുന്നിലോട്ടും പാർക്ക് ചെയ്യണം, സൈഡിലോട്ടും പാർക്ക് ചെയ്യണം, റിവേഴ്സ് പാർക്കിംഗ് അടക്കം ഈ ടെസ്റ്റിൽ കാണിച്ചു കൊടുത്താൽ മാത്രമേ ഇനി ജയിക്കാൻ പറ്റത്തുള്ളൂ. പാർക്കിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇടുങ്ങിയ റോഡുകളാണെങ്കിലും ആ റോഡുകളെ സ്ഥലം മെനക്കെടുത്തുന്നത് ഒരു ഇറഗുലറായിട്ടുള്ള പാർക്കിംഗ് പലപ്പോഴും. അതെ അതെ അല്ല, ഞാൻ നേരത്തെ ആ രഹസ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഒരിക്കൽ കൂടി ഇത് കേൾക്കാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഒരു മുന്നണിയിൽ നിന്ന് എനിക്കൊരു ക്ഷണം കിട്ടി. പത്തനാപുരം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് KP ഗണേഷ് കുമാറിനെ തറ പറ്റിക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് എന്തിനാപ്പോൾ അതിൻ്റെ അത്യാവശ്യം എന്ന് ചോദിച്ചു. അല്ല, അത് നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ പറ്റിക്കണം, തറ പറ്റിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല അത് വേണോ, എൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. കാര്യം വിളിക്കുന്ന ആളിത്തിരി ഉയരത്തിലുള്ള ഒരു അഭിജാതനായ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇപ്പോൾ KP ഗണേഷ് കുമാറിനും ആദരവുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഞാൻ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നത് സംസ്ഥാനത്തെ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയോടല്ല എന്നാരറിഞ്ഞു. എന്നെ സാംസ്കാരിക വകുപ്പിലാണ് ചേർക്കാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് ഫോൺ അടുപ്പിച്ച് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ചെവിയിൽ. ഞാൻ പറഞ്ഞു, കെട്ടിവെച്ച കാശ് പോയ 30-40 കൊല്ലം മീഡിയയിൽ നിന്നിട്ടും അങ്ങനെ ഒരു തെണ്ടിയോടല്ലെന്ന് ആരറിഞ്ഞെന്ന് ചോദിച്ചു. ഇല്ലില്ല, അത് വരത്തില്ല. ഞാൻ പറഞ്ഞു, ഫോൺ ഇത്തിരി കൂടെ അടുപ്പിച്ച് വെച്ചോളാം പറഞ്ഞു. ഒരു സത്യം കൂടെ പറയാം, പത്തനാപുരം മണ്ഡലത്തിൽ KP ഗണേഷ് കുമാറിനെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമല്ല. അതിന് ഞാനൊരു ഇരയാവണോ എന്ന് ചോദിച്ചു. അത് വെളി പറയരുതെന്ന് പറഞ്ഞു. വെളി പറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ പറയുമ്പോഴേ അത് പുറത്ത് പറഞ്ഞിരിക്കുന്നു.